സാറ് ഞങ്ങളെങ്ങനെ സംശയിക്കാന്ന് വെച്ചാ നമ്മളിത് ആദ്യമായിട്ടല്ലല്ലോ. സാർ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ആളെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു ടീമിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്കൊരു ഒറ്റ വാക്ക്, യെസ് ഓർ നോ. ഞാൻ പറയുന്ന ആൾ പറയുന്ന സമയത്തിനകം, ആരായാലും എവിടെയായിരുന്നാലും പറയുന്ന സമയത്തിനകം. സാറ് ധൈര്യമായിട്ട് പറയണം. പഴയൊരു ഗാന്ധിയനാ. വയസ്സ് 70. റിട്ടയർഡ് സ്കൂൾ മാഷ. IASകാരും IPSകാരും അടക്കം ആയിരക്കണക്കിനാ ശിഷ്യന്മാർ. കേന്ദ്രമന്ത്രി PK അങ്ങയുടെ പഴയ സ്റ്റുഡന്റാ. എവിടാ താമസം? ഒറ്റയ്ക്ക് 5 ഏക്കർ വരുന്ന തെങ്ങിൻ പുരയിടത്തിലെ പഴയ വീട്ടിൽ. കൊല്ലണം. കൊല്ലണം. അംഗഭംഗം വന്ന് കിടക്കുന്ന എന്റെ അച്ഛനെ കാണാൻ എനിക്കിഷ്ടമല്ല. സാറിന്റെ അച്ഛനോ? എന്റെ അച്ഛൻ മാമ്പള്ളി നാരായണൻ നായർ. എനിക്ക് ആവശ്യമില്ലാത്തൊരു അച്ഛനായാള് ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. തെണ്ടികൾക്കും തെരുവ് പിള്ളേർക്കും കൊടുത്ത സ്നേഹത്തിന്റെ ഒരു അംശം എനിക്കയാൾ തന്നിട്ടില്ല. എനിക്കു വേണ്ടി ഒരു വാക്ക് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും 70 വയസ്സ് ഒരാളെ ഒരു 1-2 വർഷം കാത്തിരുന്നാ പോരെ? പോരാ. ഇന്നെങ്കി ഇന്ന്, നാളെങ്കി നാളെ. സ്വാതന്ത്ര്യ സമരവും കൊടച്ചക്കറെന്നും പറഞ്ഞ് എന്റെ അപ്പൂപ്പനും അച്ഛനും കൂടി 45 ഏക്കറാ വിറ്റ് നശിപ്പിച്ചത്. ശേഷിച്ച സ്വത്തും പണ്ട് മഹാത്മജി മാമ്പള്ളിയിൽ വന്നപ്പോ അപ്പൂപ്പന് കൊടുത്ത പഴയ ചർക്കയുമെല്ലാം സർക്കാരിന് ദാനം ചെയ്യാൻ പോവാ. സ്വാതന്ത്ര്യ സമര സ്മാരകമാക്കാൻ. വിറക് വില പോലും ഇല്ലാത്ത പഴയ ചർക്ക വിദേശത്തെത്തിച്ചാൽ കോടികൾ കിട്ടും. അതുകൊണ്ട് എനിക്ക് മാമ്പള്ളിയിൽ ഒരു റിസോർട്ട് തുടങ്ങണം. അതിനിതല്ലാതെ വേറൊരു വഴിയുമില്ല. പ്രതിഫലം എത്രയെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. പഴയതുപോലെ തന്നെ കാര്യം കഴിഞ്ഞാൽ പറയുന്നിടത്തെത്തിക്കും. പിന്നെന്തെങ്കിലും ചീപ്പ് സെന്റിമെന്റ്സ് പറഞ്ഞ് ഇതിൽ നിന്നും പിന്മാറരുത്. പിന്മാറിയാൽ അറിയാലോ. അധികം വേദനിപ്പിക്കരുത്. തെളിവുകളും ഉണ്ടാവരുത്. ഞാൻ ഇറങ്ങാം. വന്നിട്ട് പോയത് മോഹൻദാസാ. വലിയൊരു അബ്കാരിയാ. അറിയാം. ഇത് അയാളുടെ തന്തയുടെ ഫോട്ടോയാ. 10-70 വയസ്സുണ്ട്. പ്രതിഫലം നിശ്ചയിക്കുന്നത് നമ്മളാ. ഇതാ പിടിച്ചോ. പറയുന്നിടത്ത് അയാൾ എത്തിക്കും. അങ്ങനെ പതിവ്. നീ ഏതായാലും ഒന്ന് ഫ്രഷ് ആവ്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം.